ഹലോ ഗൈസ്, ഈ കഴിഞ്ഞ നവംബർ 17 വന്നപ്പോൾ ഉണ്ടല്ലോ ഞാനും റിജുവും കൂടെ റിലേഷൻഷിപ്പായിട്ട് 11 ഇയേഴ്സ് ആയേ. ഞങ്ങൾ +1 പഠിച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കൂടെ കൂടിയതാണ് രണ്ടും. ഇന്നെന്തേ അതേപോലെ തന്നെ ഒരുമിച്ചുണ്ട്. നമ്മളിപ്പോൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ, പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം, ബിക്കോസ് അയാളാണ് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുക എന്ന്. അത് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ് കേട്ടോ. ബട്ട് നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബിക്കോസ് അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ബട്ട് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു പോരായ്മകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ലൈഫായിട്ട് മാറുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് എൻ്റെ മാത്രമാണ് കേട്ടോ, പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്കങ്ങനെ തോന്നാൻ കാരണം വേറൊന്നുമല്ല കേട്ടോ, ബിക്കോസ് ഞാൻ റിജുവിനെ അല്ലെങ്കിൽ റിജു എന്നെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധി പോലും ഉറക്കാത്ത പ്രായമെന്ന് പറയും. +1 പഠിക്കുമ്പോൾ 14-15 ഇയേഴ്സ് ഓൾഡേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിയൊന്നും അന്നുമില്ല. പക്ഷെ എന്തോ എവിടെയോ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമെന്ന് തോന്നില്ല, ഇയാളാണ് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകേണ്ട ആ ഒരാളെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയ ഒരാളാണ് കേട്ടോ റിജു. റിജോടി യെസ് പറയാൻ എനിക്ക് ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല കേട്ടോ, കാരണം എനിക്ക് ഓൾറെഡി ഇഷ്ടമായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നല്ലോ ഹീസ് ദ വൺ എന്നൊക്കെ പറയുന്നല്ലോ, ആ ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആകെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യത്തിലായിരുന്നു, വീട്ടിൽ ഇതെങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ എന്ത് വന്നാലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ പൗലോ ചേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതിന് ഈ യൂണിവേഴ്സ് ഫുള്ള് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ലവിൻ്റെ കേസിലാണേലും അത് അങ്ങനെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഫൈനലി ഒരുമിച്ചത്. അതിപ്പോൾ സ്വർഗത്തിലോട്ടുള്ളവർക്ക് കല്ലുമുള്ളൊക്കെ നിറഞ്ഞായിരിക്കുമല്ലോ അല്ലേ. നിങ്ങൾ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കാൻ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കും കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ കുറേ സ്ട്രഗിൾസ് അനുഭവിക്കും, കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, കുറേ കരയേണ്ടി വരും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വരും കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കാര്യമൊക്കെ നടന്നില്ല, അതേപോലെ നിങ്ങളുടെയൊക്കെ അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.